തേവാരം മെട്ട് റോഡ് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ ജനങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ അടക്കം പങ്കെടുത്ത യോഗം ഇടുക്കിയിൽ നടന്നു. കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന തേവാരം മെട്ട് റോഡിനായി ഒന്നിച്ച് ഇരു സംസ്ഥാനത്തെയും ജനപ്രതിനിധികൾ. തേനി MP തങ്കത്തമിഴ് സെൽവത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ അടക്കമുള്ളവരുടെ സംഘം തേവാരത്തു നിന്നും തേവാരം മെട്ടിലേക്ക് കാൽനടയായി എത്തി. ഇടുക്കി MP ഡീൻ കുര്യാക്കോസും MM മണി MLAയും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. തുടർന്ന് പ്രത്യേക യോഗവും ചേർന്നു. പാത തുറക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾക്കായി തുടർ ചർച്ചകൾ നടത്തുവാൻ യോഗം തീരുമാനിച്ചു. തമിഴ്നാടിന്റെ ഭാഗമായുള്ള 3.5 കിലോമീറ്ററോളം റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ പാത പുനരുജ്ജീവിപ്പിക്കാനാവുമെന്നും ശബരിമല തീർത്ഥാടകർക്കും തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തോട്ടം തൊഴിലാളികൾക്കും ഇത് ഏറെ ഉപകാരപ്പെടുമെന്നും യോഗം വിലയിരുത്തി. കേന്ദ്ര സർക്കാരിനെയും തമിഴ്നാട് മുഖ്യമന്ത്രിയെയും പാതയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും 1 വർഷത്തിനുള്ളിൽ പാത യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും തങ്കത്തമിഴ് സെൽവം പറഞ്ഞു. ஈஸியா ரோடு அப்ரோச் பண்ணலாம். வித்தின் இயர்ல அந்த ரோட போட முடிக்கலாம். நான் என்னுடைய மாநிலத்துல தமிழ்நாடு முதல்வர் தளபதி ஸ்டாலின் சொல்லி தமிழ்நாடு ஃபாரஸ்ட் கிளியரன்ஸ் வாங்கிட்டு நானும் இடுக்கி MP சேர்ந்து யூனியன் மினிஸ்டர் ஃபாரஸ்ட் மினிஸ்டர் பார்த்து இந்த வருஷத்துல இந்த ரோட போடுவோம்ன்ற நம்பிக்கை எனக்கு நிச்சயமா இருக்கு. പാത യാഥാർത്ഥ്യമാക്കുവാൻ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ശരിക്കും ഞാൻ 2019 MP ആയ ആ കാലഘട്ടം മുതലേ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും നമ്മളോട് സംസാരിക്കുകയും ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയതായിട്ടുള്ള ഇടപെടലൊക്കെ ആയി മുൻപോട്ട് പോവുകയും ഒക്കെ ചെയ്തതാണ്. നേരത്തെ തേനി MPയും ഉൾപ്പെടെ ഈ കാര്യങ്ങളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം 100% ഈ റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പറയുന്നു. പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരും നടപടികൾ സ്വീകരിക്കുമെന്ന് MM മണി MLAയും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.